എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് സുനാമിയെക്കുറിച്ചാണ്. സുനാമി എന്ന് പറയുന്നത് തുറമുഖ തിരമാലകളെയാണ് സുനാമി എന്ന് പറയുന്നത്. അതിൻ്റെ ജപ്പാനീസ് പദത്തിൽ നിന്നാണ് സുനാമി എന്നുള്ള വേർഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഭൂകമ്പ തരംഗങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഭൂകമ്പങ്ങൾ, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, വലിയ ഉൽക്കാശിലകൾ എന്നിവ സുനാമിക്ക് കാരണമാകാം. കടലിനടിയിൽ നിന്നോ തീരദേശ ഭൂകമ്പ പ്രവർത്തനങ്ങളിൽ നിന്നോ ഉരുകിപ്പോകുന്ന തിരമാലകൾ, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയിൽ നിന്നും ഉത്ഭവിക്കുന്ന തിരമാലകളാണ് സുനാമി എന്ന് അറിയപ്പെടുന്നത്. കടൽവെള്ളം ഒരു ശക്തമായ ചലനത്തിലേക്ക് നീങ്ങുകയും വീർക്കുകയും ഒടുവിൽ കരയിലേക്ക് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. വളരെ ദൂരത്തേക്ക് പോലും വലിയ നാശശക്തിയുള്ള ഒരു സാധനമാണ് സുനാമി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ സുനാമി തീരത്തേക്ക് അടുക്കുമ്പോൾ മന്ദഗതിയിലാകാനും ഉയരത്തിൽ വളരാനും തുടങ്ങുന്നു. 2004 ഡിസംബർ 24 ഉണ്ടായ ഭൂകമ്പത്തിന് ശേഷം അവസാനമായി സുനാമി ഉണ്ടായത് ഇന്തോനേഷ്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ വിവിധ ആളുകളെ അത് ബാധിച്ചിട്ടുണ്ട്. 10,000-ൽ പരം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. സുനാമി ആഴക്കടലിലൂടെ 100 കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് മണിക്കൂറിൽ 725 മുതൽ 800 കിലോമീറ്റർ വരെ വേഗതയിൽ എത്താം. ഇത് 50 അടി ഉയരമോ അതിൽ കൂടുതലോ ഉയരമുള്ള ഒരു ഉയർന്ന ജലഭിത്തിയായി മാറിയേക്കാം. മുഴുവൻ തീരദേശ വാസസ്ഥലങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ളതുമാണ് സുനാമി. സുനാമികൾ തീരദേശ പ്രദേശങ്ങളെ നശിപ്പിക്കുകയും വ്യാപകമായ സ്വത്തുനാശത്തിനും ജീവഹാനിക്കും കാരണമാവുകയും ചെയ്യും. വർഷങ്ങൾ എടുത്ത കടൽ തീരങ്ങളിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള മണൽ അവ നീക്കം ചെയ്യുകയും മരങ്ങളും മറ്റ് തീരദേശ സസ്യങ്ങളും പിഴുതെറിയുകയും വലിയ തോതിലുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും ചെയ്യും. മറ്റ് കടൽ അല്ലെങ്കിൽ സമുദ്ര തിരമാലകളിൽ നിന്ന് സുനാമികൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സുനാമികൾക്ക് നീണ്ട തിരമാല ഉയരവും നീണ്ട തിരമാലകളുടെ ആവൃത്തിയും ഉണ്ടാകും. അതായത് ഹൈറ്റ് കൂടുതലായിരിക്കും, ഉയരം കൂടുതലായിരിക്കും. കടൽ തീരത്ത് സാധാരണമായി കാറ്റിൽ നിന്നുള്ള തിരമാലകൾക്ക് ഏകദേശം 10 സെക്കൻഡ് ദൈർഘ്യവും 1.5 മീറ്റർ ഉയരവും ഉണ്ടാവാം. അതേസമയം തിരമാല ഉയരം 10 മീറ്ററിൽ കൂടുതലാണെങ്കിൽ സുനാമിക്ക് 1 മണിക്കൂർ ദൈർഘ്യമുണ്ടാകും. ഭൂകമ്പം എങ്ങനെയാണ് സുനാമികൾ ഉണ്ടാകുന്നത്? കടലിൻ്റെ അടിത്തട്ടിലെ പെട്ടെന്നുള്ള മാറ്റം ജലത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് സ്ഥാനഭ്രംശത്തിന് കാരണമാകും. പലപ്പോഴും ഈ ചലനം താഴേക്കാണ്. ഇത് സമുദ്ര ഉപരിതലത്തിൽ ഗണ്യമായ താഴ്ചയിലേക്ക് നയിക്കുന്നു. സ്ഥാനഭ്രംശം സംഭവിച്ച ജലപിണ്ഡം അതിൻ്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ തിരമാലകൾ രൂപം കൊള്ളുന്നു. ആദ്യ ചലനം സാധാരണയായി താഴേക്കായതിനാൽ ആദ്യ തിരമാല സാധാരണയായി ഒരു ഒഴുക്കല്ല, മറിച്ച് കടലിൻ്റെ പിൻവലിക്കലാണ്. അതുകൊണ്ടാണ് കടൽ പിൻവാങ്ങി എന്ന് മനസ്സിലാക്കുകയും സുനാമി വരികയും എന്നുള്ള പഴമക്കാർ പറയുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ലംബമായ മാറ്റം കൂടുന്തോറും തിരമാലകൾ വലുതായിരിക്കും. ചില ഭൂകമ്പങ്ങൾ സുനാമികൾ സൃഷ്ടിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ സമുദ്രത്തിനടിയിലോ സമീപത്തോ സംഭവിക്കുകയും സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന വലിയ ഭൂകമ്പങ്ങൾ മാത്രമാണ് സുനാമികൾ സൃഷ്ടിക്കുന്നത്. ചെറിയ ഭൂകമ്പങ്ങൾ സുനാമി സൃഷ്ടിക്കാൻ പര്യാപ്തതയുള്ളതയല്ല. പക്ഷേ പസഫിക് സമുദ്രത്തിൻ്റെ അരികുകളിൽ നിരവധി വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതിനാലും ഡിപ്പ് സ്ലിപ്പ് ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ ലാറ്ററൽ ഗ്രൗണ്ട് മോഷൻ ഉൾപ്പെടുന്നതിനേക്കാൾ ലംബമായ ഒരു ഭൂചലനം പസഫിക്കിൽ മറ്റിലെവിടേക്കാളും സാധാരണമായതിനാലും പസഫിക് സമുദ്രത്തിൽ കൂടുതൽ വലുതും വിനാശകരവുമായ സുനാമികൾ ഉണ്ടാകാറുണ്ട്. സുനാമികൾക്ക് കരയോട് അടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സുനാമികൾ തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ വെള്ളത്തിലേക്ക് സുനാമി അടുക്കുമ്പോൾ ഭൂഖണ്ഡാന്തര ഷെല്ലിൻ്റെയും വിസ്കോസ് ഡ്രാഗ് തിരമാലയുടെ മുൻവശത്തെ വേഗത കുറയ്ക്കുന്നു. അടുത്തു വരുന്ന സുനാമിയുടെ ആദ്യ ലക്ഷണം സാധാരണയായി കടലിൻ്റെ ഗണ്യമായ പിൻവാങ്ങലാണ്. തൽഫലമായി പിന്നാലെയായി നീങ്ങുന്ന തിരമാലകൾ അവയുടെ മുന്നിലുള്ള തിരമാലകളുടെ മുകളിൽ അടിഞ്ഞുകൂടുന്നു, ഒരു മതിലിൽ ചുരുണ്ട ഒരു പരവതാനി പോലെ. അതുവഴി കരയിലെത്തുന്നതിന് മുമ്പ് തിരമാലയുടെ ഉയരം ഗണ്യമായി വർദ്ധിക്കുന്നു. കരയിലേക്ക് അടുക്കുമ്പോൾ സുനാമി വളരെ സാവധാനത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും വീടുകൾ, കെട്ടിടങ്ങൾ എന്നിവ നിരപ്പാക്കാനും കപ്പലുകളെ വളരെ
ഉൾനാടുകളിലേക്ക് കൊണ്ടുപോകാനും മാത്രം അത് സുനാമി ശക്തമായിരിക്കും. ഇനി സുനാമികളെക്കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. സുനാമി വളരെ വലുതായിരിക്കും. തീരപ്രദേശങ്ങളിൽ അവയുടെ ഉയരം 10 മീറ്ററോ അതിൽ കൂടുതലോ ആകാം. കൂടാതെ അവയ്ക്ക് 100 കണക്കിന് മീറ്ററുകൾ കരയിലേക്ക്, അതായത് ഉള്ളിലേക്ക് നീങ്ങാൻ കഴിയും. എല്ലാ താഴ്ന്ന പ്രദേശങ്ങളിലും സുനാമി ഉണ്ടാകാം. ഒരു സുനാമിയിൽ തുടർച്ചയായ തിരമാലകൾ അടങ്ങിയിരിക്കുന്നു. പലപ്പോഴും ആദ്യത്തെ തിരമാല ഏറ്റവും വലുതായിരിക്കണമെന്നില്ല, തുടർന്നുള്ള തിരമാലകളായിരിക്കും വലുതാവാൻ ഉള്ള സാധ്യത. തിരമാലകൾ വന്നതിന് ശേഷം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം. തീരദേശ സമുദ്രങ്ങളിൽ സുനാമികൾക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ പോലും സഞ്ചരിക്കാൻ കഴിയും. ഒരാൾക്ക് ഓടാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ. ചിലപ്പോൾ സുനാമി മൂലം തീരത്തിനടുത്തുള്ള വെള്ളം പിൻവാങ്ങുകയും സമുദ്രത്തിൻ്റെ അടിത്തട്ട് തുറന്നു കാട്ടപ്പെടുകയും ചെയ്യും. ഇത് പ്രകൃതിയുടെ സുനാമി മുന്നറിയിപ്പാണ്. അത് ആവശ്യമായി വരേണ്ടതാണ്. സുനാമിയുടെ ശക്തി വളരെ വലുതാണെങ്കിൽ ടൺ കണക്കിന് ഭാരമുള്ള വലിയ പാറകളും മറ്റ് അവശിഷ്ടങ്ങളും സുനാമി തിരകളുടെ കൂടെ തീരപ്രദേശത്ത് അടിഞ്ഞുകൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. സുനാമിയെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിലാണ് മനസ്സിലാക്കുക. ഒഴുകുന്ന എല്ലാ വെള്ളവും വലിയ ശക്തിയോടെ നീങ്ങുന്നതിനാൽ തന്നെ സുനാമി ആളുകളെ കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യാം. പകലിൻ്റെയോ രാത്രിയുടെയോ ഏത് സമയത്തും സുനാമി ഉണ്ടാകാം. സുനാമികൾക്ക് അരുവിയിലൂടെ മുകളിലേക്ക് സഞ്ചരിച്ച് സമുദ്രങ്ങളിലേക്ക് എത്താൻ കഴിയും. ഇത്രയൊക്കെയാണ് സുനാമിയെക്കുറിച്ച് പ്രധാനമായും പറയുക. സുനാമി എന്ന് പറയുന്നത് വളരെ വലിയ തിരമാലകളാണ്. അത് ഉണ്ടാകുന്നത് എങ്ങനെ, അത് എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സുനാമി ലഘൂകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. നന്ദി.